ഹലോ മക്കളെ, നമ്മൾ ഒ ജി സീരീസിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു ചാപ്റ്ററിൻ്റെ റാപ്പിഡ് റിവിഷനിലേക്ക് പോവാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നല്ല വെയിറ്റേജ് ഉള്ള അടിപൊളിയുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. എക്കോളജി എന്നുള്ള യൂണിറ്റിലുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. എല്ലാവർക്കും അറിയാം. എക്കോളജി ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് 4 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ഇവിടുന്ന് ചോദിക്കുന്നതാണ് എക്കോളജിയുള്ള 4 ബേസിക് ലെവലുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓർഗാനിസം ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, ബയോം ഉണ്ട്. അപ്പോൾ എക്കോളജിക്ക് 4 ലെവലുകളാണുള്ളത്: ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ബയോം. അതിൽ ഏറ്റവും ബേസിക് ലെവലാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലാണ് ബയോം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിസം ലെവലും പോപ്പുലേഷൻ ലെവലുമാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്ററിൻ്റെ പേര് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. സോ എക്കോളജിയുടെ 4 ലെവലുകളാണ് ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് ബയോം. എല്ലാവർക്കും കിട്ടി. അതിൽ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇവിടെ നമുക്ക് പഠിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനറ്റ് എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഫേവറബിൾ ഹാബിറ്റാറ്റിൽ മാത്രമല്ല, എവിടെയും കൂടി ഉണ്ട്, കുറച്ച് ഹാർഷ് ഹാബിറ്റാറ്റിലും കൂടി ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഭൂമിയിലുള്ള ഹാർഷ് ഹാബിറ്റാറ്റുകൾ ഏതൊക്കെയാണ്? സ്കോച്ചിങ് ഡെസേർട്ട് ഓഫ് രാജസ്ഥാൻ, ചുട്ടുപഴുത്ത മരുഭൂമി. അതുപോലെ തന്നെ റെയിൻ സോക്ഡ് മേഘാലയ ഫോറസ്റ്റ്, ഡീപ്പ് ഓഷൻ ട്രഞ്ചസ്, ടോറൻഷ്യൽ സ്ട്രീംസ്, പെർമാഫ്രോസ്റ്റ് പോളാർ റീജിയൻ. പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഹൈ മൗണ്ടൻ ടോപ്സ്, അതുപോലെ തന്നെ തെർമൽ സിങ്സ്. ഇതൊക്കെ ജീവിക്കാൻ ഏറ്റവും പാടുള്ള ഹാർഷ് ഹാബിറ്റാറ്റുകളാണ്. ഇവിടെയൊക്കെ ജീവജാലങ്ങളുണ്ട്. അവർ ഇൻഡസ്റ്റൈൻ ഈസ് എ യുണീക്ക് ഹാബിറ്റാറ്റ് ഓഫ് 100 സ്പീഷീസ് ഓഫ് മൈക്രോബ്. നമ്മുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് തന്നെ 100 സ്പീഷീസ് ഓഫ് മൈക്രോബുകളുടെ ഒരു യുണീക്ക് ഹാബിറ്റാറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, എക്കോളജിയുടെ ലെവലിൽ നോക്കുമ്പോൾ ബയോളജിയുടെ ഏറ്റവും ഹയർ ലെവലാണ് ബയോം എന്ന് പറയുന്നത്. ബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയണൽ യൂണിറ്റ് ആണ്. നോക്കിക്കോണേ, ഇറ്റ് ഈസ് എ റീജിയണൽ യൂണിറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോണ ആൻഡ് ഫ്ലോറ ഇൻ എ സ്പെസിഫിക് ക്ലൈമാറ്റിക് സോൺ. ഒരു പ്രത്യേക ക്ലൈമാറ്റിക് സോണിൽ കുറേ പ്ലാന്റ്സും ആനിമൽസും ജീവിക്കുന്ന ഒരു പ്രത്യേക ഏരിയനെ പറയുന്ന പേരാണ് ബയോം എന്നാണ് പറയുക. ഡിഫറെൻറ്റ് ബയോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ആക്സിൽ മീൻ ആനുവൽ പ്രസപ്പിറ്റേഷൻ, മഴയുടെ അളവ്, വൈ ആക്സിൽ മീൻ ആനുവൽ ടെമ്പറേച്ചറും കിട്ടുകയാണ്. നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആളാണ് ഡെസേർട്ട്. ഡെസേർട്ട് കഴിഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, അത് കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അത് കഴിഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, അത് കഴിഞ്ഞാൽ കോണിഫറസ് ഫോറസ്റ്റ്, ആർട്ടിക് ആൻഡ് ആൽപൈൻ തുന്ദ്ര. ഇത് ചോദിക്കാറുണ്ട്. ഈ ചിത്രം തന്നിട്ട് ABC ഇടും. അപ്പോൾ ഈ ചിത്രങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ്, കോണിഫറസ് ഫോറസ്റ്റ്, ആർട്ടിക് ആൻഡ് ആൽപൈൻ തുന്ദ്ര. എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? അത് കഴിഞ്ഞാൽ മേജർ ബയോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബയോമുകൾ ഏതൊക്കെയാണ്? ഒന്നാമതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബയോമാണ്. ഡെസിഡിയസ് ഫോറസ്റ്റ്, ഡെസേർട്ട്, സീ കോസ്റ്റ്. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബയോംസ്. അപ്പോൾ ചോദിക്കും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബയോംസ്: ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് സീ കോസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാം. ഇനി ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷൻസ് തീരുമാനിക്കുന്ന പ്രധാനമായിട്ടും അവിടുത്തെ എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ മേജർ ആയിട്ടുള്ള എബയോട്ടിക് ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ. സോ 4 എബയോട്ടിക് ഫാക്ടറുകൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ടെമ്പറേച്ചർ ആണ് മോസ്റ്റ് എക്കോളജിക്കലി റെലവൻറ്റ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത്. മോസ്റ്റ് എക്കോളജിക്കലി റെലവൻറ്റ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ടെമ്പറേച്ചർ അഫക്ട്സ് ദ കൈനമാറ്റിക്സ് ഓഫ് എൻസൈം. നമ്മുടെ എൻസൈമിന്റെ കൈനമാറ്റിക്സിനെ ബാധിക്കും. അതേപോലെ തന്നെ ബേസൽ മെറ്റബോളിക്സിനെ ബാധിക്കും. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ ഓർഗാനിസത്തിനെ ടെമ്പറേച്ചർ ബാധിക്കും. നമ്മൾ പറയുകയാണ് ടെമ്പറേച്ചർ ടോളറേറ്റിംഗ് കപ്പാസിറ്റി എല്ലാ ഓർഗാനിസത്തിന്റെ ഒരേപോലെയല്ല. വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുകയാണ് യൂറി തെർമൽ. ദേ ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്നാൽ ദ ഓർഗാനിസം ദേ ക്യാൻ നോട്ട് ടോളറേറ്റ് ഓൺലി നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവരെ നമ്മൾ സ്റ്റീനോ തെർമൽ എന്നാണ് വിളിക്കുക. അപ്പോൾ 2 ഓർഗാനിസംസ് ഉണ്ട്. യൂറി തെർമൽ ഉണ്ട്, സ്റ്റീനോ തെർമൽ ഉണ്ട്. യൂറി തെർമൽ ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സ്റ്റീനോ തെർമൽ ദേ ആർ ടോളറേറ്റ് ടു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് നമുക്കറിയാം. രണ്ടാമതാണ് വാട്ടർ. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യങ്ങളാണ്: മോസ്റ്റ് എക്കോളജിക്കലി റെലവൻറ്റ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്താണ്, പിന്നെ യൂറി തെർമലും സ്റ്റീനോ തെർമൽ എന്താണെന്നുള്ളതാണ് സാധാരണ ചോദിക്കാറുള്ളത്. രണ്ടാമതാണ് വാട്ടർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ലൈഫ് ഓഫ് ഓർഗാനിസം. ലൈഫ് ഓഫ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്ന് പറയുന്നത് ഈ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അക്വാട്ടിക് ഓർഗാനിസംസിൽ, ഒരു വെള്ളത്തിൽ ജീവിക്കുമ്പോൾ അക്വാട്ടിക് ഓർഗാനിസം വെള്ളത്തിന് എന്തൊക്കെയാണ് അവരുടെ ലൈഫിനെ ബാധിക്കുക? ക്വാളിറ്റി, കെമിക്കൽ കോമ്പോസിഷൻ, pH ഓഫ് വാട്ടർ. സോ അക്വാട്ടിക് ഓർഗാനിസംസിന്റെ ലൈഫിനെ ബാധിക്കുന്ന വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് ചോദിക്കും. ആ വെള്ളത്തിന്റെ pH, ആ വെള്ളത്തിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, ആ വെള്ളത്തിന്റെ ക്വാളിറ്റി, അതിനനുസരിച്ചാണ് അവിടെ ഓർഗാനിസംസ് അടിഞ്ഞുകൂടുക. ഇനി നമ്മൾ പറയാൻ പോണേ സോൾട്ട് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള വെള്ളങ്ങളാണുള്ളത്. ഏതാ? ഇൻലാൻഡ് വാട്ടർ ഉണ്ട്, സീ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ സലൈൻ വാട്ടർ ഉണ്ട്. ഇൻലാൻഡ് വാട്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻലാൻഡ് വാട്ടറിൽ സലൈനിറ്റി എന്ന് പറയുന്നത് 5% ആണ്. അത് പാർട്സ് പെർ 1000 പറയാം. 5% പാർട്സ് പെർ 1000. എന്നാൽ സീ വാട്ടറിൽ 30 to 35% ആണ്. 100% മുകളിലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ സലൈൻ ലഗൂൺ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ പഠിച്ചേക്കണേ, ഇൻലാൻഡ് വാട്ടേഴ്സ് അഥവാ ഫ്രഷ് വാട്ടർ ഉണ്ട്, സീ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ സലൈൻ ലഗൂൺ ഉണ്ട്. ഇൻലാൻഡ് വാട്ടറിൽ ലെസ് ദാൻ 5% ആണ്, പാർട്സ് പെർ 1000 സലൈനിറ്റി പറയുക. 30 to 35 ആണ് സീ വാട്ടറിൽ. ഗ്രേറ്റർ ദാൻ 100 degree Celsius ആണെങ്കിൽ അത് ഹൈപ്പർ സലൈൻ ലഗൂൺ ആണ്. എന്നാൽ സലൈനിറ്റി ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് വെച്ച് ഓർഗാനിസത്തെ നമുക്ക് 2 ആക്കി തിരിക്കാം. യൂറി ഹാലൈനും ഉണ്ട്, സ്റ്റീനോ ഹാലൈനും ഉണ്ട്. യൂറി ഹാലൈൻ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ടോളറേറ്റ് ആൻഡ് thrive wide range of salinity. Stenohalane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can tolerate narrow range of salinity, അല്ലെങ്കിൽ they are restricted to narrow range of salinity. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും നോക്കിക്കോണം കേട്ടോ.
എടാ മെയിൻ ഫ്രഷ് വാട്ടർ ആനിമൽസ് കനോട്ട് ലിവ് ഇൻ സീ വാട്ടർ. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസിന് സീ വാട്ടറിൽ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് സീ വാട്ടർ ഓർഗാനിസംസിന് ഒരിക്കലും ഫ്രഷ് വാട്ടറിലും ജീവിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക, ഓസ്മോട്ടിക് പ്രോബ്ലംസ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് കനോട്ട് ലിവ് ഇൻ മെറൈൻ വാട്ടർ ആൻഡ് മെറൈൻ വാട്ടർ ഓർഗാനിസംസ് കനോട്ട് ലിവ് ഇൻ ഫ്രഷ് വാട്ടർ ഡ്യൂ ടു ഓസ്മോട്ടിക് പ്രോബ്ലംസ്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞാൽ ലൈറ്റ് ആണ്. പ്ലാന്റ്സ് എന്തിനൊക്കെയാണ് ലൈറ്റ് ഉപയോഗിക്കുന്നത്, ആനിമൽസ് എന്തിനൊക്കെയാണ് ലൈറ്റ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ മതി. ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോട്ടോ പീരിയഡ്സ് അഥവാ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് പ്രധാനമായിട്ട് ലൈറ്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ ആനിമൽസ് അവരുടെ ഡയൂറിനൽ ആൻഡ് സീസണൽ വേരിയേഷൻസ്, ഡയൂറിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സീസണൽ വേരിയേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ലൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോറേജിങ്ങിനുണ്ട്, റീപ്രൊഡക്ഷനുണ്ട്, മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആനിമൽസ് ലൈറ്റിന് ഉപയോഗിക്കുന്നത്. എങ്കിൽ സോയിൽ എന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കും, ഓർത്തിരിക്കാം കേട്ടോ. ദ നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഡിഫറെൻറ്റ് പ്ലേസസ്. ഓരോ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറുമ്പോഴും സോയിലിൻ്റെ നേച്ചറും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും ഒക്കെ മാറി വരും. നമ്മളവിടെ കാണുന്ന മണ്ണിന് നേച്ചറും പ്രോപ്പർട്ടി അല്ല വേറെ അപ്പുറത്ത് കാണുന്ന മണ്ണിന് ഉണ്ടാവുക. അടുത്തത് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ക്ലൈമറ്റ്, വെതറിംഗ് പ്രോസസ്സ്, സെഡിമെൻറ്റേഷൻ, മെത്തേഡ് ഓഫ് സോയിൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ അനുസരിച്ചാണ് എന്ത് മാറുക, ഏരിയ ടു ഏരിയ മാറുമ്പോൾ സോയിലിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ഒക്കെ മാറുന്നത്. ഇനി നമ്മൾ പറയാൻ പോണേ pH അതുപോലെ തന്നെ മിനറൽ കോമ്പോസിഷൻ, ടോപ്പോഗ്രാഫി ഡിറ്റർമിൻ ദ വെജിറ്റേഷൻ ഇൻ ഏരിയ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു വെജിറ്റേഷൻ തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ്, pH, മിനറൽ കോമ്പോസിഷൻ, അതുപോലെ തന്നെ അവിടുത്തെ ടോപ്പോഗ്രാഫിയാണ്. ഇനി റെസ്പോൺസസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. ഈ 4 അബയോട്ടിക് ഫാക്ടർ നമ്മൾ കേട്ടു, ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ. ഇവരോട് ഓരോ ജീവിതത്തിൻ്റെ ഏറ്റക്കുറിച്ചിലിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓരോരോ വിധത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ റെസ്പോൺസ് നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഓർഗാനിസംസിൻ്റെ റെസ്പോണ്ട് 4 തരത്തിലാണ്. ഒന്നാമത്തെ ആളാണ് റെഗുലേറ്റേഴ്സ് ഉണ്ട്, രണ്ടാമത്തെ ആളുകളാണ് കൺഫേംസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആളുകളാണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത്, നാലാമത്തെ വിഭാഗം ആളുകളാണ് സസ്പെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എബയോട്ടിക് ഫാക്ടറിനോടുള്ള റെസ്പോൺസ് 4 വിധത്തിലാണ്. എല്ലാവരും ഒന്ന് പഠിച്ചേ. റെഗുലേറ്റേഴ്സ് ഉണ്ട്, കൺഫേംസ് ഉണ്ട്, മൈഗ്രേറ്റ്സ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റസിസ്. ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കൺഫേംസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പഠിക്കാം. ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് റെഗുലേറ്റേഴ്സ്, ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കൺഫേംസ്. അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇന്റേണൽ ബോഡി എൻവയോൺമെന്റ്. കണ്ടോ, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എത്ര മാറിയാലും ഇന്റേണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എത്ര മാറിയാലും ഈ ബോഡി ഫ്ലൂയിഡ്സിന്റെ ഇന്റേണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റസിസ്. എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ ആൻഡ് എ കോൺസ്റ്റന്റ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്, അതിനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റസിസ്. ഹോമിയോസ്റ്റസിസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് റെഗുലേറ്റേഴ്സ്, ഹോമിയോസ്റ്റസിസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് കൺഫേംസ്. റെഗുലേറ്റേഴ്സിന് അപ്പോൾ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എത്ര മാറിയാലും അവരുടെ ഇന്റേണൽ ടെമ്പറേച്ചർ മാറില്ല. എക്സാമ്പിൾ നമ്മളെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 ആണ് ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ, പുറത്ത് എന്ത് തന്നെ സംഭവിച്ചാലും. എന്നാൽ കൺഫേംസിൻ്റെ പ്രത്യേകത എന്താണ്, ദെയർ ബോഡി ടെമ്പറേച്ചർ വാരീസ് വിത്ത് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ. ആംബിയന്റ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നോക്കാം. റെഗുലേറ്റേഴ്സ് ഓഫ് ദ ഓർഗാനിസംസ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റസിസ്. അതെങ്ങനെയാണ് ഹോമിയോസ്റ്റസിസ് അവർ മെയിൻറ്റെയിൻ ചെയ്യണത്? ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ മീൻസ് ആണ്. ഒന്നെങ്കിൽ ഫിസിയോളജിക്കലി അവർക്ക് ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ബിഹേവിയറലി ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമ്മൾ പറയുകയാണ് ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി വേസ്റ്റേജ് പ്രോസസ്സാണ്. കാരണം ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയിലൂടെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് ഓൾ ബേർഡ്സ്, മാമൽസ്, വെരി ഫ്യൂ ലോവർ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. എല്ലാ ബേർഡ്സും എല്ലാ മാമൽസും അതുപോലെ തന്നെ വെരി ഫ്യൂ ലോവർ വെർട്ടിബ്രേറ്റ്സ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ എന്താണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ലൈൻ പറയേണ്ടത് സക്സസ് ഓഫ് മാമൽസ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. എടാ മാമൽസ് മാത്രമാണ് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ജീവിക്കുന്നത്. തണുത്തുറഞ്ഞ പോളാർ റീജിയനിലും മാമൽസ് ഉണ്ട്, ചുട്ടുപഴുത്ത ഡെസേർട്ടിലും മാമൽസ് ഉണ്ട്. എന്താണ് ഇത്രയും ടെമ്പറേച്ചറിലൊക്കെ മാമൽസിന് നിൽക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? തണുത്തുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് മാമൽസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാമൽസിന് എല്ലാ ക്ലൈമറ്റിലും നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് സക്സസ് ഓഫ് മാമൽസ് എന്ന് പറയുന്നത്. അത് അവർക്ക് ഹോമിയോസ്റ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. സോ സക്സസ് ഓഫ് മാമൽസ് ഈസ് ലാർജ്ലി ഡ്യൂ ടു എബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റസിസ് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമതാണ് കൺഫേംസ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ ഓർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ചേഞ്ച് വിത്ത് ദ സറൗണ്ടിങ് കണ്ടീഷൻ. ദേ ആർ കോൾഡ് കൺഫേംസ്. ദേ ആർ നോ എബിലിറ്റി to maintain homeostasis. Their body temperature varies with the external temperature. Example ആണ് majority of animals and nearly all plants. Majority of animals, mammals അല്ലാത്ത ആനിമൽസും അതുപോലെ തന്നെ all plantsഉം എന്താണ് കൺഫേംസ് എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോണേ വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി സീൻ ഇൻ പോളാർ റീജിയൻസ്. വളരെ ചെറിയ ആനിമൽസ് പോളാർ റീജിയനിൽ വളരെ കുറവായിട്ടേ കാണുള്ളൂ. ഷ്രൂ, ഹമ്മിംഗ് ബേർഡ് പോലെയുള്ള ആളുകളൊക്കെ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്നാണ് പറയുക. അവർ പോളാർ റീജിയനിൽ വളരെ കുറച്ചേ കാണുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരുടെ ബോഡി വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ബോഡി സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. അപ്പോൾ ബോഡിയിൽ മൊത്തം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ദാറ്റ് മച്ച് amount of energy is not produced in their body. So small animals like shrews and hummingbirds are rarely seen in പോളാർ റീജിയൻസ്. റെയർ ആയിട്ടേ പോളാർ റീജിയൻസിൽ കാണാറുള്ളൂ. ഇനി ഇവരുടെ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. എക്സ് ആക്സിസിൽ എക്സ്റ്റേണൽ ലെവലും വൈ ആക്സിസിൽ ഇന്റേണൽ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാണ് റെഗുലേറ്റേഴ്സിന്റെ ഗ്രാഫാണ്. എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എത്ര കൂടിയാലും ഇന്റേണൽ ടെമ്പറേച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. മാറില്ലല്ലോ. എന്നാൽ കൺഫേംസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇന്റേണൽ ടെമ്പറേച്ചർ ഇങ്ങനെ മാറും. അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ പോയിന്റിങ് ടു ഒറിജിൻ.
മാറിപ്പോയത്. റെഗുലേറ്റേഴ്സിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ പാരലൽ ടു എക്സ് ആക്സിസ്. കൺഫേംസിന്റെ ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ പോയിന്റിംഗ് ടു ഒറിജിൻ ആണ്. എന്നാൽ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന ഒരു പരിധി വരെ അവർ എന്താണ് റെഗുലേറ്റർ ആണ്, അത് കഴിഞ്ഞാൽ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർ സിമ്പിളി കൺഫേം ആയിട്ട് മാറും. മാറിപ്പോയത് കേട്ടോ. എങ്കിൽ അടുത്താണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത്. മൈഗ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം ടെമ്പററി ആയിട്ട് അതിൻ്റെ ഹാബിറ്റാറ്റിൽ നിന്ന് ഒരു വേറെ ഏരിയയിലേക്ക് മാറുന്നു അതിൻ്റെ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ. എന്നിട്ട് സ്ട്രെസ്ഫുൾ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്ന അവസ്ഥ കണ്ടോ. മൂവ് ടെമ്പററിലി ഫ്രം എ സ്ട്രെസ്ഫുൾ ഹാബിറ്റാറ്റ് ടു എ മോർ ഹോസ്റ്റബിൾ ഏരിയ ആൻഡ് റിട്ടേൺ വെൻ ദ സ്ട്രെസ്ഫുൾ പീരീഡ് ഈസ് ഓവർ. കണ്ടോ, അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് വരുമ്പോൾ, അൺഫേവറബിൾ സീസൺ വരുമ്പോൾ അവരൊരു ഹോസ്പിറ്റബിൾ ഏരിയയിലേക്ക് മാറും. എന്നിട്ട് അവരുടെ ഹാബിറ്റാറ്റിൽ ഫേവറബിൾ സീസൺ തിരിച്ചു വരുമ്പോൾ അവർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും ചെയ്യും. അതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയാം. മൈഗ്രേഷൻ്റെ എക്സാമ്പിൾ ആണ് പീപ്പിൾ മൂവ് ഫ്രം ഡൽഹി ടു ഷിംല ഡ്യൂറിംഗ് സമ്മർ സീസൺ റിട്ടേൺ വെൻ ദ സമ്മർ സീസൺ ഈസ് ഓവർ. രണ്ടാമത്താണ് ഇന്ത്യയിലുള്ള കെലാഡോ നാഷണൽ പാർക്ക് ഉണ്ട്. കെലാഡോ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഭരത്പൂരിലെ രാജസ്ഥാനിലാണ്. അവിടേക്ക് സൈബീരിയ എന്നുള്ള മൈഗ്രേറ്ററി ബേർഡ്സ് വരാറുണ്ട്. അപ്പോൾ ഈ കെലാഡോ നാഷണൽ പാർക്ക് എന്നുള്ള നാഷണൽ പാർക്കിൻ്റെ പേര് ചോദിക്കാം, അത് ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിക്കാം, രാജസ്ഥാനിലാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കാം, സൈബീരിയ എന്നാണ് മൈഗ്രേറ്ററി ബേർഡ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത സസ്പെൻസ്. സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം എന്തായിട്ടിരിക്കുക, മെറ്റബോളിസം കുറച്ചിട്ട് അൺഫേവറബിൾ സീസൺ ഓവർകം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പല വിധത്തിലുണ്ട്. ബാക്ടീരിയയിലും ഫംഗസിലും ലോവർ പ്ലാന്റ്സിലൊക്കെ തിക്ക് വാൾഡ് ആയുള്ള സ്പോറുകൾ ഉണ്ടാവും. ബാക്ടീരിയ, ഫംഗസ് അതുപോലെ തന്നെ ലോവർ പ്ലാന്റ്സിലേക്ക് അൺഫേവറബിൾ സീസൺ വന്നാൽ ഒരു തിക്ക് വാൾഡ് ആയുള്ള സ്പോർ ഉണ്ടാവും. ആ സ്പോറിന് വിട്ട് ട്രൂ വാൾ ഉണ്ടാവും. ട്രൂ വാൾ ഹൈലി റെസിസ്റ്റീവ് ആയിരിക്കും, അതിന് അൺഫേവറബിൾ സീസൺ ഓവർകം ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്തത് ആനിമൽസ് ആണെങ്കിൽ എന്തിനു പോകും, ലോങ് സ്ലീപ്പിന് പോകും. ആനിമൽസ് ആണെങ്കിൽ ലോങ് സ്ലീപ്പിന് പോകും. ലോങ് സ്ലീപ്പ് രണ്ട് വിധത്തിലാണുള്ളത്. ഹൈബർനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റിവേഷൻ ഉണ്ട്. ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സ്ലീപ്പ് ഡ്യൂറിങ് വിന്ററിലാണ്. വിന്ററിൽ ഹൈബർനേഷൻ, ലോങ് സ്ലീപ്പ് ഡ്യൂറിങ് വിന്റർ, ഹൈബർനേഷൻ ഓഫ് ബിയേഴ്സ് ഡ്യൂറിങ് വിന്റർ, ഹൈബർനേഷൻ വിന്റർ സ്ലീപ്പ്. എന്നാൽ ഈസ്റ്റിവേഷൻ, സമ്മർ സ്ലീപ്പ്, ഈസ്റ്റിവേഷൻ ഓഫ് സം സ്നെയിൽസ് ആൻഡ് ഫിഷസ് ഡ്യൂറിങ് സമ്മർ. സമ്മറിൽ ഉറങ്ങുന്നതിനാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്നാണ് പറയുക. വിന്ററിൽ ഉറങ്ങുന്നതിനെ നമ്മൾ ഹൈബർനേഷൻ, അത് ബെയറാണ് ചെയ്യുക. എന്നാൽ സമ്മറിൽ ഉറങ്ങുന്നതിനെ നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നെയിലും ഫിഷുമാണ് സമ്മർ സീസണിൽ ചെയ്യാറുള്ളത്. ഇനി അടുത്ത് ഡയാപോസ്. ഡയ എന്ന് പറഞ്ഞാൽ ലൈഫ്, പോസ് എന്ന് പറഞ്ഞാൽ പോസ്. അപ്പോൾ ഡയാപോസ് എന്ന് പറഞ്ഞാൽ ലൈഫിന് ഒരു പോസ് ബട്ടൺ ഇടുക. ഡയാപോസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ഡെവലപ്മെന്റ് ആണ് ചോദിക്കും. ഡയാപോസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുക. സൂ പ്ലാങ്ക്ടൺസ് ആണ്. സൂ പ്ലാങ്ക്ടൺസ് കാണിക്കുന്നതാണ് ഡയാപോസ്. ഡയാപോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റേഷൻ ആണ് പറയാനുള്ളത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലായിട്ടോ ഫിസിയോളജിക്കലായിട്ടോ ബിഹേവിയറിലായിട്ടോ കാണിക്കുന്ന ചേഞ്ചസ് ആണ്. മോർഫോളജിക്കലായിട്ടോ ഫിസിയോളജിക്കലായിട്ടോ ബിഹേവിയറിലായിട്ടോ ഒരു ഓർഗാനിസം കാണിക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുക. അഡാപ്റ്റേഷൻ ആനിമൽസിന് ഒരു എക്സാമ്പിൾ ആണ് കങ്കാരു റൈറ്റ്. കങ്കാരു നോർത്ത് നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിലാണുള്ളത്. അത് ഒരിക്കലും വെള്ളം കുടിക്കില്ല. ഡു നോട്ട് ഡ്രിങ്ക് വാട്ടർ ഇൻ ഇറ്റ്സ് എൻറ്റയർ ലൈഫ്. അതിന് എങ്ങനെയാണ് ഇന്റേണൽ വാട്ടർ ആണ് കിട്ടുക. അത് ഇന്റേണൽ വാട്ടർ ബൈ മെറ്റബോളിക് ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. ഇന്റേണൽ ഫാറ്റ് ഓക്സിഡേഷൻ വഴിയാണ് അതിന് വാട്ടർ കിട്ടുന്നത്. ആ മെറ്റബോളിക് വാട്ടറിന്റെ കുറവ്, ആ മെറ്റബോളിക് വാട്ടറിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്താ ചെയ്യുക, അതിന്റെ യൂറിൻ കോൺസെൻട്രേറ്റ് മിനിമൽ വോളിയത്തിൽ അത് വാട്ടറിനെ വേസ്റ്റിനെ അതിൻ്റെ വാട്ടറിലൂടെ റിമൂവ് ചെയ്യും. അടുത്തത് അഡാപ്റ്റേഷൻ ഡെസേർട്ട് പ്ലാന്റ്സിലാണ്. അവർക്ക് തിക്കായിട്ടുള്ള ക്യൂട്ടികളുണ്ട്. നോക്കണേ, തിക്കായിട്ടുള്ള ക്യൂട്ടികളുണ്ട്. അതുപോലെ തന്നെ സ്റ്റൊമാറ്റ അറേഞ്ച്ഡ് ഇൻ ഡീപ്പ് പിറ്റുകളിലാണുള്ളത്. അവർ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ കാണിക്കും. അതിനെയാണ് നമ്മൾ ക്യാമ്പ് പാത്വേ എന്നാണ് പറയുക. അവർക്ക് ലീഫുകളില്ല, കാരണം അവരുടെ ലീഫൊക്കെ റെഡ്യൂസ് ചെയ്ത് സ്പൈനുകളായി മാറിയിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് സ്റ്റെമ്മാണ് ചെയ്യുക. അതിനാണ് നമ്മൾ ഫില്ലോക്ലേഡ് എന്ന് പറയുക. ഇതാണ് നമ്മൾ അഡാപ്റ്റേഷൻ ഡെസേർട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി അഡാപ്റ്റേഷൻ ഇൻ മാമൽസ് നോക്കുകയാണെങ്കിൽ കോൾഡർ ക്ലൈമറ്റിലുള്ള മാമൽസിന് ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസ് ആണ് ഉണ്ടായിരിക്കുക. കൈകാലുകളും ചെവിയും ചെറുതാണ്, ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അലൻസ് റൂൾ. അലൻസ് റൂൾ കാണിക്കുക കോൾഡർ ക്ലൈമറ്റുള്ള മാമൽസ് ആണ്. കോൾഡർ ക്ലൈമറ്റുള്ള മാമൽസ് കാണിക്കുന്ന ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ലിംസിന് പറയുന്ന പേരാണ് അലൻസ് റൂൾ എന്നാണ് പറയുക. ഇനി അടുത്തത് അക്വാട്ടിക് മാമൽ ആയിട്ടുള്ള സീല്. ഓർത്തിരിക്കണേ, അക്വാട്ടിക് മാമൽ ആയിട്ടുള്ള സീല് അവരുടെ സ്കിന്നിന് താഴെയായിട്ട് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ബ്ലബ്ബർ. അപ്പോൾ ബ്ലബ്ബർ എന്ന് പറയുന്നത് സീലിലുള്ളതാണ്, സ്കിന്നിന് താഴെയാണ്. അതൊരു ഹീറ്റ് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബോഡി ഹീറ്റ് നഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് തണുപ്പത്ത് നിൽക്കാൻ പറ്റും. ഓക്കെ, ഇനി ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണുള്ളത്. 3500 മീറ്റർ ഈ അളവ് എന്ന ഓർത്ത കണ്ടോ, ഫീറ്റ് അല്ല, 3500 മീറ്ററിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ മനുഷ്യന് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും. എന്താ, നോസിയ, ഹാർട്ട് പാൾപിറ്റേഷൻ, ഫാറ്റിക് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുപോലെ തന്നെ വി ഡു നോട്ട് ഗെറ്റ് സഫീഷ്യൻറ്റ് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ്. അതിനെ ബോഡി ഓട്ടോമാറ്റിക്കലി അക്ലമൈറ്റൈസേഷൻ ചെയ്യും. എങ്ങനെ, ഈ ലോ ഓക്സിജൻ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇൻക്രീസിങ് RBC പ്രൊഡക്ഷൻ കൂട്ടും, ഇൻക്രീസിങ് ബ്രീത്ത് റേറ്റ് കൂടും. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന് ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറക്കും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻ അവിടെ 3500 മീറ്ററിന് മുകളിലെത്തുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അത് ഉണ്ടാവാൻ കാരണം ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതുപോലെ തന്നെ വി ഡു നോട്ട് ഗെറ്റ് സഫീഷ്യൻറ്റ് ഓക്സിജൻ. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RBC പ്രൊഡക്ഷൻ കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, അതുപോലെ തന്നെ ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറക്കും. ക്ലിയർ അല്ലേ? ബിഹേവിയറൽ അഡാപ്റ്റേഷൻ കാണിക്കുന്ന ഒരാളാണ് ഡെസേർട്ട് ലിസാർഡ്. ഇത് മാത്രം ഓർത്താൽ മതി. ബിഹേവിയറൽ അഡാപ്റ്റേഷൻ കാണിക്കുന്ന ഒരാളാണ് ഡെസേർട്ട് ലിസാർഡ്. അതിന് ചുറ്റുഭാഗം തണുപ്പാകുമ്പോൾ അത് സൺബാത്തിന് വേണ്ടിയിട്ട് വരും. ഇനി ചുറ്റുഭാഗത്ത് ചൂട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബറോയിലേക്ക് ഹൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ കാണിക്കുന്ന ആളാണ് ഡെസേർട്ട് ലിസാർഡ് എന്ന് ഓർത്തിരിക്കാം.
അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് പോപ്പുലേഷൻ. നോക്കണം മക്കളെ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസ് പെട്ട കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് തിങ്ങി പാർക്കുന്നതിനാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുക. പോപ്പുലേഷൻ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമതാണ് ബർത്ത് റേറ്റ്, രണ്ടാമതാണ് ഡെത്ത് റേറ്റ്, മൂന്നാമതാണ് സെക്സ് റേഷ്യോ. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ബർത്ത്, ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഡെത്ത്, സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഒരു പോപ്പുലേഷനിലുള്ള മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. അപ്പോൾ നമുക്കറിയാം ഒരു പോപ്പുലേഷനിൽ പ്രധാനമായിട്ടും ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 3 തരത്തിലുള്ള ആളുകളാണ് ഒരു പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുക. അവരെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മൾ ഏജ് പിരമിഡ് എന്നാണ് പറയുക. ഏജ് പിരമിഡ് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഏതൊക്കെ? എക്സ്പാൻഡിംഗ് പോപ്പുലേഷൻ ഉണ്ട്, സ്റ്റേബിൾ പോപ്പുലേഷൻ ഉണ്ട്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഉണ്ട്. ഡയഗ്രാം ഓർത്തേക്കണം കേട്ടോ. എക്സ്പാൻഡിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് അഥവാ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും താഴെ നല്ല വീതി കിടക്കുകയാണെങ്കിൽ എക്സ്പാൻഡിംഗ് പോപ്പുലേഷൻ. എന്നാൽ ഈ എക്സ്പാൻഡിംഗ് പ്രീ റീപ്രൊഡക്റ്റീവ് ഏകദേശം ഒരേപോലെ, ഈ 2 ഘട്ടം ഒരേപോലെ, ഈ 2 ഘട്ടം നോക്കിയാൽ മതി. ഡയഗ്രാം കാണുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് പറയുന്നത്. ഈ 2 ഘട്ടം ഒരേപോലെയാണ് കാണണമെങ്കിൽ അത് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. എന്നാൽ താഴെ ഏറ്റവും ചെറിയ ഘട്ടമാണെങ്കിൽ അത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് വളരെ കുറവാണ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഡയഗ്രാം ഓർത്തല്ലോ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സ്പീഷീസ് ഒരു യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ കാണുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണത്തെയാണ് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു ഏരിയയിൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, കുറവാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. പോപ്പുലേഷന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്: നെയ്റ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. നെയ്റ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബർത്ത് ആണ്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ആണ്, ഇമിഗ്രേഷൻ നമ്പർ ഓഫ് ഓർഗാനിസംസ് കം ഇൻ ടു എ ഹാബിറ്റാറ്റ് ആണ്, എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ലെഫ്റ്റ് ഫ്രം എ ഹാബിറ്റാറ്റ് ആണ്. ഇത് ബർത്ത് ആയതുകൊണ്ട് ബി എന്നും, ഇത് ഡെത്ത് ആയതുകൊണ്ട് ഡി എന്നും, ഇത് ഇമിഗ്രേഷൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഐ ആണോ, ഇത് എമിഗ്രേഷൻ എക്സിറ്റ് ആയതുകൊണ്ട് ഇ എന്നാണ് പറയാം. ഇനി നോക്കണേ, നെയ്റ്റാലിറ്റിയും ഇമിഗ്രേഷനും കൂടിയാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. അതേപോലെ തന്നെ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും കൂടി കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. അതാണ് നമ്മൾ പറയുന്നത്. നെയ്റ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ഡിക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി. മാറില്ലല്ലോ. ഇനി ഈ ഡയഗ്രം എല്ലാവരും ഓർത്തിരിക്കുക. പോപ്പുലേഷൻ ഡെൻസിറ്റി നെയ്റ്റാലിറ്റി കൂടിയ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും, മോർട്ടാലിറ്റി കൂടിയ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും, ഇമിഗ്രേഷൻ കൂടിയ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും, എമിഗ്രേഷൻ കൂടിയ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. ഇനി T+1 സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. N+1 ഇപ്പോൾ തന്നെ എഴുതി പഠിച്ചോളൂ. NT + B+I - D+E. N+1 ഇത് ശ്രദ്ധിക്കണേ, N+1 ആണ്. N+1 NT + B+I - D+E എല്ലാവർക്കും അറിയാം. ഇനി ഇതിൽ B+Iന്റെ വാല്യൂ D+Eനേക്കാൾ കൂടുതലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുക എന്ന് നമുക്കൊക്കെ അറിയാം. അടുത്തത് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് മോഡൽസ് ആണ് പറയാനുള്ളത്. പോപ്പുലേഷൻ ഗ്രോത്ത് പ്രധാനമായിട്ട് 2 രീതിയിലാണ് വളരെ. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ട്, അതേപോലെ തന്നെ ലോജിസ്റ്റിക്കൽ ഗ്രോത്ത് ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസിൻ്റെ ഹാബിറ്റാറ്റ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് ഈച്ച് ഓർഗാനിസം മാക്സിമം റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നാണ് പറയുക. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ ആണ് dN/dt = Rn. അതിൽ R എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നാണ് പറയുക. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്നാണ് പറയുക. R എന്ന് പറയുന്നത് B - D ആണെന്ന് എല്ലാവരും ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഫോം ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന് നമ്മൾ ജോമെട്രിക്കൽ ഫാഷൻ ഗ്രോത്ത് എന്നും പറയും. അതിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലാണ് NT = N0 e⁻RT എന്നാണ് നമ്മൾ പറയാം. ഇനി രണ്ടാമത്താണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. റിസോഴ്സസിലെ ഹാബിറ്റാറ്റ് ഒരു ഹാബിറ്റാറ്റിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പക്ഷേ ഈച്ച് ഓർഗാനിസം ഹാസ് മാക്സിമം റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി. റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ ലോജിസ്റ്റിക്കൽ ഗ്രോത്ത്. അവർക്കാണ് അവിടെയുള്ള മാക്സിമം റിസോഴ്സിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി അപ്പുറത്തേക്ക് എന്തുണ്ടാവില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കണം. dN/dt = Rn × K - N/K. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? dN/dt = Rn. ഇതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അതിലേക്ക് ഒരു K - N/K ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ലോജിസ്റ്റിക് ഗ്രോത്ത് ആയി. കിട്ടിയോ? അതിൽ K എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി ആണോ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഇനി പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് പറയുള്ളത്. പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ പ്രധാനമായിട്ടും 6 തരത്തിലുണ്ട്: മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, പ്രഡേഷൻ, കമൻസാലിസം ആൻഡ് അമെൻസാലിസം. ഒന്നുകൂടി പറഞ്ഞേക്ക്: മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, പ്രഡേഷൻ, കമൻസാലിസം ആൻഡ് അമെൻസാലിസം. ഇൻട്രാക്ഷൻസ് നോക്കാം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസിനും ബെനിഫിറ്റ് ആണ്, പ്ലസ് ഇൻട്രാക്ഷൻ ആണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസിന് ലോസ് ആണ്, മൈനസ് ഇൻട്രാക്ഷൻ ആണ്. പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇൻട്രാക്ഷൻ ആണ്. പാരസൈറ്റിസം പ്ലസ് ഇൻട്രാക്ഷൻ ആണ്. ഓർത്തിരിക്കുക. P വന്നാൽ പ്ലസ് ആണ്. പ്രഡേഷനും പാരസൈറ്റിസം പ്ലസ് ആണ്. ഓർത്തിരിക്കുക. കമൻസാലിസം വന്നാൽ +0 ഇൻട്രാക്ഷൻ ആണ്. അമെൻസാലിസം എന്ന് പറഞ്ഞാൽ -0 ഇൻട്രാക്ഷൻ ആണ്. ഇനി പ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് പ്രഡേഷൻ ആണ്. പ്രഡേറ്റേഴ്സ് പ്രേ സ്പീഷീസ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ എക്കോസിസ്റ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രഡേഷൻ മെയിൻറ്റെയിനിങ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഈ പോയിന്റ് എല്ലാം ഓർത്തിരിക്കണം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്രഡേഷൻ എന്നാണ് പറഞ്ഞത്. ഇനി പ്രഡേറ്റർ ടു എഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ ഇഫ് എ പ്രഡേറ്റർ ഈസ് ടു എഫിഷ്യൻ്റ് ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റ്സ് പ്രേ പോപ്പുലേഷൻ എക്സ്റ്റിങ്ക്റ്റഡ് ആവും, ഫോളോഡ് ബൈ പ്രഡേറ്റർ 2. അങ്ങനെ ഒരിക്കലും അയാൾ ചെയ്യൂല. അതുകൊണ്ട് പ്രഡേറ്റേഴ്സ് ആർ നാച്ചുറസ് പ്രൂഡൻറ്റ് എന്നാണ് പറയാറുള്ളത്. പ്രഡേറ്റേഴ്സ് ആർ നാച്ചുറസ് പ്രൂഡൻറ്റ്. പ്രകൃതിയിൽ കരുതലോടെ ജീവിക്കുന്ന ആളുകളാണ് പ്രഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ചില ഇൻസെക്റ്റുകളും ഫ്രോഗുകളൊക്കെ അവരുടെ പ്രഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്രിപ്റ്റിക്കലി കളേർഡ് ആയിട്ട് കാണും. ക്രിപ്റ്റിക്കലി കളേർഡ് ആവണീനെ പറയുന്ന പേരാണ് ക്യാമോഫ്ലേജ്ഡ് എന്നാണ് പറയുക. ചില
ആളുകൾ പ്രഡേറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്യുക. എന്നാൽ ചില ആളുകൾ അവരുടെ ബോഡിയിൽ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. അതായത് പ്രഡേറ്റർ ആയിട്ടുള്ള ബേർഡിൽ നിന്ന് അതിൻ്റെ കെമിക്കൽ പ്രസൻറ്റ് ആയതുകൊണ്ട് ഇതാവും. ഈ ബട്ടർഫ്ലൈക്ക് അതിൻ്റെ കെമിക്കൽ കിട്ടുന്നത് അതിൻ്റെ കാറ്റർപില്ലർ സ്റ്റേജ്, ഓർത്തിരിക്കണം കേട്ടോ. ഈ ബട്ടർഫ്ലൈ അതിൻ്റെ കാറ്റർപില്ലർ സ്റ്റേജിൽ ഒരു പോയിസണസ് ഫീഡിലാണ് ഫീഡ് ചെയ്യുക. അപ്പോൾ ആ വീഡിൽ നിന്നാണ് അതിന് എന്ത് കിട്ടാറുള്ളത്, ആ പോയിസണസ് കെമിക്കൽ കിട്ടുകയാണ്. അതുകൊണ്ട് ഇത് ബട്ടർഫ്ലൈ ആയി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രഡേറ്റർ അതിനെ കഴിക്കില്ല. ഇനി നമ്മൾ പറയാൻ വേണേ 25% ഓഫ് ഓൾ ഇൻസെക്ട്സും ഫൈറ്റോഫാഗസ് ആണ്. 25% ഓഫ് ഇൻസെക്റ്റുകളും പ്ലാന്റ് ഈറ്റേഴ്സ് ആണ്, ഫൈറ്റോഫാഗസ് ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണേ തോൺസും അക്വേഷ്യലും കാക്ടസിലൊക്കെ ഉള്ളത് കോമൺ മോർഫോളജിക്കൽ മീൻസ് ഓഫ് ഡിഫൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മോർഫോളജിക്കൽ ആയിട്ടുള്ള ഡിഫൻസ് ഒക്കെ കാണിക്കാണ്ട് അക്വേഷ്യ ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. കണ്ടോ, പുറത്തുനിന്ന് പെട്ടെന്ന് ഒരു ഹെർബിവോറിന് വന്ന് പെട്ടെന്ന് ചടപെടാൻ തിന്നാൻ പറ്റില്ല, തിന്നും പക്ഷെ പെട്ടെന്ന് തിന്നാൻ കഴിയില്ല. ഇനി കലോട്രോപ്പിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. അതൊരു ഹൈലി പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് കാർഡിയാ ഗ്ലൈക്കോസൈഡ്. കാർഡിയാ ഗ്ലൈക്കോസൈഡ് ഉണ്ടായതുകൊണ്ടാണ് അതിൽ ആര് ഹെർബിവോസ് അതിനെ ചെന്ന് ഫീഡ് ചെയ്യൂല എന്നാണ് പറയുന്നത് കേട്ടോ. എങ്കിൽ അടുത്തതാണ് കോമ്പറ്റീഷൻ. ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ ഈസ് എ പൊട്ടന്റ് ഫോഴ്സ് ഇൻ ഓർഗാനിക് എവല്യൂഷൻ. ഇന്റർസ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസുകൾക്കിടയിലുള്ള കോമ്പറ്റീഷനാണ് എന്ത്, ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ ഈസ് എ പൊട്ടന്റ് ഫോഴ്സ് ഇൻ ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കാറുണ്ട്, ഡാർവിനാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോണേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഇസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് പ്രോസസ് ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ് ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് ഓർ ഈസ് സിഗ്നിഫിക്കൻ്റ് ലോവർ ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റേ സ്പീഷീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കുറയുന്നതിനെ പറയുന്ന പേരാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുക. ഇനി കോമ്പറ്റീഷനുള്ള ഒരു എവിഡൻസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് റിലീസ് നോക്കണം കേട്ടോ. നോക്കിക്കോണേ, എ സ്പീഷീസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോമ്പറ്റീവ് സുപ്പീരിയർ സ്പീഷീസ് എക്സ്പാൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ദ കോമ്പറ്റീവ് സ്പീഷീസ് എക്സ്പെരിമെന്റലി റിമൂവ്ഡ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഏരിയയിൽ രണ്ട് സ്പീഷീസുകളുണ്ട്. ഒന്ന് കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ആളാണ്, ഒന്ന് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാളാണ്. കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ആളുടെ പ്രസൻസ് കൊണ്ട് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ള ഒരാൾ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ഒതുങ്ങുക. ഇനി ആ ഏരിയയിൽ തന്നെ കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ ആയുള്ള ആളെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ ആയുള്ള ആൾ പരന്ന് വളരും. അതിനെ പറയുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് റിലീസ് എന്നാണ് പറയുക കേട്ടോ, കോമ്പറ്റേറ്റീവ് റിലീസ്. ഇനി ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്തിരിക്കാം. ക്ലോസ്ലി റിലേറ്റഡ് ആയുള്ള രണ്ട് സ്പീഷീസുകൾ സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്താൽ അവർക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് എന്ന് പറയുന്നതാണ് എന്ത്, ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇഫ് ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ് ദേ കനോട്ട് എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി, ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് എന്ന് പറയുന്നതാണ് ഗോസിൻ്റെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇവിടുന്ന് ചോദിക്കുക എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ആരാന്നുള്ളതാണ്, ഗോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അങ്ങനെ ക്ലോസ്ലി റിലേറ്റഡ് ആയുള്ള രണ്ട് സ്പീഷീസുകൾ സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇൻഫീരിയർ ആയി വന്ന ഒരാൾ എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോകാതെ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്താൽ മതി, കോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റിസോഴ്സ് പാർട്ടീഷനിങ് ചെയ്താൽ മതി. എന്താ റിസോഴ്സ് പാർട്ടീഷനിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, എന്താ റിസോഴ്സ് പാർട്ടീഷനിങ്? ടു സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ് ദേ കുഡ് അവോയ്ഡ് കോമ്പറ്റീഷൻ ബൈ ചൂസിങ് ഡിഫറെൻറ്റ് ഫോറേജിങ് പാറ്റേൺ. ഡിഫറെൻറ്റ് ഫോറേജിങ് പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് അവരവിടെ കോ എക്സിസ്റ്റ് ചെയ്യണതിനെ പറയുന്ന പേരാണ് റിസോഴ്സ് പാർട്ടീഷനിങ് എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് പാരസൈറ്റിസം. മാക്കാർദറിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും കൂടെ വാർബിളറുള്ള 5 വാർബിളേഴ്സിലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്ത് മാക്കാർദർ ആണെന്നും കൂടി അവിടെ ഓർത്തിച്ചാൽ മതി. അടുത്താണ് പാരസൈറ്റിസം. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകളാണ്. അതിൽ ഒരാൾക്ക് പാരസൈറ്റിന് ബെനിഫിറ്റ് ആണ്, അതേപോലെ തന്നെ ഹോസ്റ്റിന് ലോസ് ആണ്. അതുകൊണ്ട് ഇതൊരു പ്ലസ് മൈനസ് ഇൻട്രാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത് അഡാപ്റ്റേഷൻ ഓഫ് പാരസൈറ്റ് ഏതൊക്കെയാണ്? ലോസ് ഓഫ് സെൻസ് ഓർഗൻസ് ഉണ്ടാവില്ല, അഡിസീവ് ഓർ സക്കേഴ്സ് ഉണ്ടാവും, ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹൈ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇതാണ് പാരസൈറ്റുകളുടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പാരസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. എക്ടോ പാരസൈറ്റ് ഉണ്ട്, അതുപോലെ എൻഡോ പാരസൈറ്റ് ഉണ്ട്. ഒരു പാരസൈറ്റ് ഹോസ്റ്റിന്റെ പുറത്താണ് ജീവിക്കുന്ന എക്ടോ പാരസൈറ്റ്. അതിന് എക്സാമ്പിൾ ലൈസോൺ ഹ്യൂമൻസ് ആൻഡ് ടിക്സോൺ ഡോഗ്സ്. ലൈസോൺ ഹ്യൂമൻസ്, ടിക്സോൺ ഡോഗ്സ് എക്ടോ പാരസൈറ്റ് ആണ്. എൻഡോ പാരസൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ലിവർ ഫ്ലോക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അടുത്ത ബ്രൂഡ് പാരസൈറ്റിസം ബേർഡ്സ് കാണിക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരസൈറ്റിസ് ആണ്. കുക്കു ആൻഡ് ക്രോ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. കമൻസാലിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റോ മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റോ ലോസോ ഇല്ലാത്തത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എല്ലാം ഇപ്പോഴും ചോദിക്കാറുള്ളത്. കമൻസാലിസത്തിന് എക്സാമ്പിൾ ഒന്നാമത്തേതാണ് ഓർക്കിഡ് ഗ്രോയിങ് ഓൺ ദ മാംഗോ ട്രീ. രണ്ടാമത് ബർണാക്കിൾ ഗ്രോയിങ് ഓൺ ദ ബാക്ക് ഓഫ് വെയിൽ, കാറ്റിലഗ്രറ്റും ഗ്രേസിംഗ് കാറ്റിലും സീ അനിമോണും ക്ലോൺ ഫിഷും. ഈ 4 എക്സാമ്പിൾ പഠിച്ചാൽ മതി. കിട്ടിയില്ലേ? ഒന്നാമത്തത് ഓർക്കിഡ് ഗ്രോയിങ് ഓൺ ദ മാംഗോ ട്രീ, രണ്ടാമത്തത് ബർണാക്കിൾ ഗ്രോയിങ് ഓൺ ദ ബാക്ക് ഓഫ് വെയിൽ, കാറ്റിലഗ്രത്തും ഗ്രേസിംഗ് കാറ്റിലും സീ അനിമോണും ക്ലോൺ ഫിഷും. കഴിഞ്ഞു. അടുത്ത മ്യൂച്വലിസം. രണ്ട് പേർക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഇൻട്രാക്ഷൻ ആണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ് പോളിനേറ്ററും ഫ്ലവറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അതിന് എക്സാമ്പിളാണ് ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒക്കെ അതിന് പറയാൻ പറ്റും. പിന്നെ ലൈക്കൻസ് മൈക്കോറൈസ ഒക്കെ മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ്. പിന്നെ സെക്ഷൽ ഡിസീറ്റ് കാണിക്കുന്നതാണ് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആണ് ഒഫൈറിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീമെയിൽ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ബീൻ്റെ ഫീമെയിൽ ബീനോട് റിസംബ്ലൻസ് ഉണ്ടാവും. അങ്ങനെ സെക്ഷൽ ഡിസീറ്റ് കാണിക്കുന്ന ആളാണ് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആയിട്ടുള്ള ഒഫൈറിസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇത്രയാണ് മക്കളെ ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഏകദേശം നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ ഹോൾ റിവിഷൻ ഏകദേശം 99% നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.